നമ്മളെല്ലാവരും കൃത്യസമയമായപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ടോപ്പ് സിംഗർ ടീം എപ്പോൾ എത്തും എന്നുള്ളത്. നമ്മൾ കൃത്യസമയത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടുത്തെ കുട്ടിപ്പാട്ടുകാരെല്ലാവരും പാട്ട് പാടാനും ഒരുപാട് വിശേഷങ്ങൾ പറയാനും ഒക്കെ ആയിട്ട് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അതിനു മുന്നേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം മധു അങ്കിൾ, MJ uncle and ആര്യ ചേച്ചി. വെൽക്കം ആര്യ ചേച്ചി. ഇനി നമ്മളൊരു സുപ്രഭാതത്തിലേക്ക് കടക്കാൻ പോവാണ്. ഈ 7 മണിക്ക് ശേഷം, ഈ വൈകുന്നേരം 7 മണിക്ക് ശേഷം നമ്മളൊരു സുപ്രഭാതത്തിലേക്ക് വരാൻ പോകുന്നത് അമൃത. യെസ്, വെൽക്കം അമൃതക്കുട്ടി. ഹായ് അമൃതക്കുട്ടി. ഇപ്പൊ സുപ്രഭാതം ആയോ പേര്? അതെ, ഇപ്പൊ സുപ്രഭാതം. ഇത് അമൃതക്കുട്ടി ഒന്നല്ല, ബാർബിക്കുട്ടിയാണ്. നോക്കേ, എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല. എന്നിട്ടല്ലേ സംസാരം. സത്യത്തിലേ നമ്മളിങ്ങനെ നടന്നു വരുമ്പോ ഞാൻ പാടുന്നതാ. അതെ, സുപ്രഭാതെന്ന് പാടാനിരുന്നിരുന്ന. പക്ഷെ അപ്പത്തേക്ക് സുപ്രഭാതം. സുപ്രഭാതം. ഇന്നെന്താണ് പരിപാടി? ഇന്ന് പാട്ടുപാടൽ. പാട്ടുപാടാണ് ഉദ്ദേശം. അതെ. ഏത് പാട്ടാണ്? ചെമ്പരത്തി പൂവേ ചൊല്ലി. വെരി ഗുഡ്. ചിത്രാമ്മ. ഏത് സിനിമ? ശ്യാമ. ആരാ മ്യൂസിക് ഡയറക്ടർ? രഘുകുമാർ സാർ. യെസ്. ബാക്കി ഡീറ്റെയിൽസ്? ലിറിക്സ് ഷിബു ചക്രവർത്തി സാർ. വർഷം 1986. ഓക്കെ. ഈ സിനിമയിലെ ശ്യാമ, അതിൽ വേറൊരു ബ്യൂട്ടിഫുൾ സോങ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ണിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നു, അത് ഒന്ന് പാടി കേൾപ്പിക്കാമോ? പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട്, ഈ നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട് എന്റെ ഉള്ളിലുള്ള മോഹമൊന്നു ചൊല്ലാമോ നീ. പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ. ഇത് നമ്മുടെ ഒരു പ്രസന്റ് ആണ് കേട്ടോ. ആർക്കാ? എനിക്ക്. ബാർബി ഡോൾ അല്ല, ഇത് ഉണ്ണിച്ചേട്ടനുള്ള പ്രസന്റ് ആണ്. നമ്മുടെ ഉണ്ണിയേട്ടന്. ഉണ്ണിച്ചേട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അതെ അതെ, 70ാം പിറന്നാൾ. അപ്പൊ നമുക്ക് എല്ലാവർക്കും പറയണ്ടേ? അതെ. ഹാപ്പി ബർത്ത്ഡേ ഉണ്ണിച്ചേട്ടാ. അതെ, ഇവിടെ എല്ലാവരുടെയും ഉമ്മ കേട്ടോ. ഞാൻ വിളിച്ചു, അപ്പൊ ഫോണൊന്നും എടുത്തില്ല. പിന്നെ ഞാൻ മെസ്സേജ് അയച്ചു. അപ്പൊ പറഞ്ഞു ഒരുപാട് ആൾക്കാരുടെ ഈ ഫോൺ കോൾസ് വരുന്നുണ്ട്, അതുകൊണ്ട് ഒരു ഫോൺ കോൾ എടുക്കുന്നില്ല. അങ്ങനെ. അപ്പൊ ഉണ്ണിച്ചേട്ടന് ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അല്ലേ? സുപ്രഭാതം. അതെ അല്ലേ? അപ്പൊ സുപ്രഭാതം നന്നായിട്ട് പാടണേ. ഓക്കേ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഥഘോഷം ചെമ്പരത്തി പൂവേ ചൊല്ല്. ആഹാ വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. ബ്യൂട്ടിഫുൾ. ഏയ് സുപ്രഭാതം. എന്തോ പാട്ട് നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. നല്ലൊരു പാട്ടാണ് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത്. ആ മാക്സിമം നന്നായിട്ട് പാടിയിട്ടുണ്ട്, പല സ്ഥലങ്ങളും ഭൂരിഭാഗം നന്നായിട്ട് പാടിയിട്ടുണ്ട് ആ കേട്ടോ. ആ. രഘുചേട്ടൻ ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ആ പിന്നെ ചില സംഗതികൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ അതായത് അമ്പലത്തിൽ ഇന്നല്ലയോ ഒന്ന് പാടി. അമ്പലത്തിൽ ഇന്നല്ലയോ അതാണ് അമ്പലത്തിൽ ഇന്നല്ലയോ തറാറ അമ്പലത്തിൽ ഇന്നല്ലയോ 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 ഇന്നല്ലയോ. ആ സംഗതി. പിന്നെ ദേവനു നൽകാൻ കയ്യിൽ നാണത്തിൻ നൈവേദ്യമോ. ബാക്കി കോവിലിൽ പോയി ദൂരെ ആ ആ ഇപ്പൊ ശരിയായി പറഞ്ഞിട്ടുണ്ടല്ലോ, ടേക്കിലത് സ്ലിപ്പായി പോയി. ആ കോവിലിൽ പോയി ദൂരെ ദൂരെ ഇങ്ങനെ ദൂരെ ദൂരെ. ദൂരെ. കുറച്ച് ശരിയാവാനുണ്ട്, എന്നാലും ടേക്കിൽ പാടിയേക്കാളും ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. ആ. പിന്നെ കാലിലെ പാദസരം കാണാതെ വീണതെങ്കിൽ ആ ഭാഗമൊക്കെ നന്നായിരുന്നു. സെക്കൻഡ് ചരണം എനിക്ക് കുറേയും കൂടി ഇഷ്ടപ്പെട്ടു. അതിന് കുറച്ചും കൂടി ഒരു ഫ്ലോ ഉണ്ടായിരുന്നു, ആ ആ നന്നായിട്ട് പാടി താങ്ക് യു. കേട്ടോ. ആ. മൊത്തത്തിൽ കേൾക്കാൻ നല്ലതായിരുന്നു, പിന്നെ വേറൊന്നുമില്ല. ആ. അത്രയ്ക്ക് തന്നെ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു പാടി, നല്ലൊരു സെലക്ഷൻ ആണ് കേട്ടോ. ആ. വേറെന്തൊക്കെയാ വിശേഷങ്ങൾ? ലീവ് കിട്ടിയപ്പോ കോവിലിൽ പോയിരുന്നേ. ഉം. ആ സമയത്ത് ഒരു അമ്മൂമ്മ എന്നെ അവിടെ വെച്ച് കണ്ടു. എന്നിട്ട് ആ അമ്മൂമ്മ എന്റെ അടുത്ത് ചോദിച്ച് കുറെ നേരം എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ ചോദിക്കായിരുന്നു, ആ. എവിടെയോ കണ്ട് പരിചയം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ. അപ്പോ ചോദിച്ച് മോൾ എവിടെയെങ്കിലും പാടാൻ പോണുണ്ടോ എന്നൊക്കെ ചോദിച്ച്. ആഹാ. അപ്പൊ ഞാൻ പറഞ്ഞ നമുക്കൊരു ഫ്ലവേഴ്സിൽ. സംശയം ആ അതെ, അല്ലേ? ആ ഉം. ഫ്ലവേഴ്സിൽ പാടാൻ പോണുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ആ അത് തന്നെ കൊറേ ഇപ്പോഴാണ് പിടി കിട്ടിയത് എന്ന് പറഞ്ഞല്ലേ. അത് ശരി. അമ്മൂമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടെന്ന്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ആ അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ചോദിച്ച് അതെ ചോദിച്ചു ചോദിച്ചു ഒരുപാട് പ്രാവശ്യം ചോദിച്ചു. ഒരുപാട് പ്രാവശ്യം ചോദിച്ചു. ഓക്കെ. അപ്പൊ എന്തായാലും എല്ലായിടത്തും തിരിച്ചറിഞ്ഞു തുടങ്ങിയല്ലേ, ആ വേൾഡ് ഫേമസ് ആയി തുടങ്ങിയപ്പോ. അതെ. ആ വെരി ഗുഡ് വെരി ഗുഡ്, നല്ല കാര്യം. അപ്പൊ ഈ പാട്ടിൽ ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ ഉം. കുറേം കൂടി ഫേമസ് ആവും, ആ അതിന്റെ സ്പീഡ് കൂടും. ആ എന്ത് പ്രശസ്തിയുടെ. ആ ഓക്കെ, എല്ലാരും ഓക്കെ. പെട്ടെന്ന് തിരിച്ചറിയാൻ തുടങ്ങും. ഇതാ പാട്ട് പാടി കുട്ടിയല്ലേ, ഓ ആ പാട്ട് നന്നായിരുന്നു, അടിപൊളിയായിട്ട് പാടിട്ടോ എന്നൊക്കെ പറയും പിന്നെ അതെ. കേട്ടോ. ആ. ആ അപ്പൊ എന്തായാലും അതുപോലെ ആവട്ടെ. അതെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മളിങ്ങനെ പാട്ട് ചോദിച്ചു പോകുമ്പോഴത്തേക്കും അവിടെ സംഗതികള് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെ അതെ. അത് നമ്മൾ എന്തോന്ന് ചെയ്യും, എന്തിനു പറയാൻ? എന്തൊരു പറയാൻ. നമ്മൾ എന്തിനു ചെയ്യും അതിനെപ്പറ്റി? എന്തൊരു ചെയ്യും. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കുവോ? ആ ശരിയാക്കും. ഈ പാട്ട് ഞാൻ ആ. ആദ്യം കേട്ടത് എപ്പോഴെന്ന് അറിയാമോ? ഇല്ല. ആ ഞങ്ങൾ കൊച്ചായിരുന്നപ്പ വീടിന്റെ അപ്പുറത്ത് ഒരു ചേച്ചിയും ചേട്ടനും ഉണ്ടായിരുന്നു. ആ അവരുടെ പേരാണ് പ്രേമൻ ചേട്ടനും പുഷ്പ ചേച്ചി. പ്രേമൈ അല്ലേ? പ്രേമൈ. ആ പ്രേമൻ ചേട്ടനും പുഷ്പ ചേച്ചി. അവരുടെ രണ്ടാമത്തെ മകന്റെ പേരാണ് ഉം. കണ്ണൻ. കണ്ണൈ. കണ്ണൻ. കണ്ണൻ. അപ്പൊ ഈ പാട്ട് റേഡിയോയിൽ വരൂലേ, ആ വരും. അപ്പൊ അവിടെ ക്യാക്കും. കേക്കും. ആ ക്യാക്കുമ്പോ കണ്ണൻ ഡാൻസ് ചെയ്യും. ആ കണ്ണൈ. അങ്ങനെയാണ് അങ്കിൾ ഈ പാട്ട് കേൾക്കുന്നത്. ആ ആദ്യം ഫ്ലോ അങ്ങ് പോയി. ഇത് പോയപ്പോ സ്ലാങ് മാറിയപ്പോ. സ്ലാങ് എനിക്ക് അങ്ങോട്ട് കിട്ടണില്ല. എനിക്ക് ഈ മിമിക്രി അത്ര പിടിയില്ലാത്തതുണ്ട്, കിട്ടില്ല. അങ്ങനെയൊക്കെയാണ് ഈ പാട്ടുകൾ കേട്ടത് ആ കേട്ടോ. ആ. അപ്പൊ ആ കാലം തൊട്ട് എനിക്ക് ഈ പാട്ട് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ആ ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ ഉടനെ കണ്ണനെ ഓർമ്മ വരും. കണ്ണൻ ഓസ്ട്രേലിയയിലാണ് ഇപ്പോൾ ഉള്ളത്. കണ്ണൻ ചെറിയ കുട്ടിയായിരുന്നെന്ന് ഇപ്പൊ വലിയ ആളാണ് കേട്ടോ. ആ അപ്പോൾ പുഷ്പ ചേച്ചിക്കും പ്രേമൻ ചേട്ടനും കണ്ണനും ഒരു നമസ്കാരം. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡൈനാമിക്സ് നമ്മൾ വർക്കൗട്ട് ആകുമ്പോഴത്തേക്കും അവസാനത്തെ ഈ ചരണത്തിന്റെ ഒരു ലൈനില്ലേ, ആ. അത് കുറച്ചും കൂടെ ഇംപ്രസ് ചെയ്ത് പാടിയത് നന്നായിരിക്കും. താഴമ്പൂ കാട്ടിലെ ചന്ദന കട്ടിലേലോ ആ അതിന് അടുത്ത് വന്നില്ലേ ചാരത്തു നിന്നില്ലേ ദേവനിന്ന്. ആ അത് അതുപോലെ പാടണം, ആ ഡൈനാമിക്സിൽ പാടണം. ആ വന്നില്ലേ ചാരത്ത് വന്നില്ലേ ചാരത്തു നിന്നില്ലേ ദേവനിന്ന്. ആ അതാണ്. അപ്പൊ അങ്ങനെ പാടി കഴിഞ്ഞാൽ പിന്നെ ചെമ്പരത്തി പൂവേ ചൊല്ലെന്ന് വരുമ്പോഴത്തേക്കും ആ ചെമ്പരത്തിയോട് നമുക്ക് കുറച്ചും കൂടെ ഇഷ്ടം തോന്നും. ആ അല്ലെങ്കിൽ അത്ര ഇഷ്ടം തോന്നില്ല, ചെമ്പരത്തി നിന്ന് മാറി നിൽക്കണമല്ലോ തോന്നും.
എന്റെ ചെമ്പരത്തിയോട് എന്തോരം ഇഷ്ടം, അങ്ങനെയല്ലേ? ആ, ആ, അതെ. അപ്പൊ അമൃതക്കുട്ടിയുടെ ശബ്ദം സൂപ്പറാണ്. ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. അതെ Thank you, uncle. ഇപ്പോഴേ കുരൽ കുരൽ இந்த வந்து சின்ன ரொம்ப வயதுல- ரொம்ப நல்லா இருக்கு, അതെ. ரொம்ப ரொம்ப நல்லா இருக்கு. இந்த சின்ன നന്ദി വയതിനിലെ നന്ദി ആ, നന്ദി ரொம்ப നன்றി നന്ദി. നன்றി. അപ്പൊ നன்றി. നന്ദി. അമൃതക്കുട്ടി, എന്തോ ഇനി ഞാൻ എന്തെങ്കിലും പറയണോ? പറഞ്ഞ വേണ്ട വേണമെങ്കിൽ പറഞ്ഞു തന്നു. വേണ്ട, ഞാൻ ഡൗട്ട് വെക്കാം. ആ. സാധാരണ ചെമ്പരത്തി പൂവ് എന്നൊക്കെ പാട്ട് തുടങ്ങുമ്പം തലയിൽ ചെമ്പരത്തി വെച്ചിട്ടല്ലേ വരേണ്ടത്? ആ, പക്ഷെ ഞാൻ ഇപ്രാവശ്യം അതങ്ങ് ഒഴിവാക്കി. അതെന്തേ? കുറച്ച് വെറൈറ്റി ആകട്ടെ എന്ന് അതിന് വിചാരിച്ചു. പകരം 12K വിസ്താരയിൽ ഒരു ചെമ്പരത്തി ചെമ്പരത്തി പൂവ് ആ, ഉണ്ടായിരുന്നു. അത് മതിയായിരുന്നു അല്ലേ? തലയിലൊന്നും വെക്കണ്ട. ആ, അത് മതി അത് മതി. അത് മതി. ശരി, അത് മാത്രമായിരുന്നു എന്റെ ഒരു ഡൗട്ട്. ഓക്കെ, ബാക്കിയൊക്കെ MJ സാറും ചേട്ടനും പറഞ്ഞു. എനിക്കും അതേ കാര്യങ്ങൾ തന്നെയാ പറയാനുള്ളത്. ആ. നല്ല ഫണ്ണായിട്ട് പാടിയിട്ടുണ്ട്, നല്ല രസമായിട്ട് പാടിയിട്ടുണ്ട്. ബാർബി ഡോളാണ് ഇന്ന് കാണാനും വേണ്ടിയിട്ട്. ആ, ഓക്കെ, ഓക്കെ. അപ്പൊ വീട്ടിൽ പോയിക്കോ. ബൈ ബൈ. ബൈ. മാർക്ക് ബൈ ബൈ. മാർക്ക് മാർക്കില്ല. ആർക്കില്ല? മാർക്ക് ആർക്ക് അല്ല, ഈ എന്തിനാ? റൗണ്ടില് മാർക്ക് കൊടുക്കില്ല. ആർക്ക് എനിക്ക്. മാർക്കോ ആ, ആർക്ക് എനിക്ക്. ഓക്കെ ഈ റൗണ്ടിൽ നമ്മൾ മാർക്ക് കൊടുക്കാറില്ല. അത് എനിക്ക് കൊടുക്കാറുണ്ട്. എന്തിന്? പാടിയതിന് എന്തിനു കൊടുക്കണത്? പാടിയതിന് കൊടുക്കണത്. ശരി, തരാം. ഞാൻ MJ അങ്കിളുടെ ഒരു വീഡിയോ കണ്ട്, ആശംസാ വീഡിയോ. പ്ലാമുട്ടിക്കട കൊച്ചു ഭഗവതി ക്ഷേത്രത്തിൽ ഒരു ആശംസാ വീഡിയോ. ആ ആ. അത് എനിക്കൊരു ആന്റി അയച്ചു തന്നു. ആന്റിയുടെ പേര് ശോഭ എന്നാണ്. ശോഭ ആന്റിയെ അയച്ചു തന്ന. ആ, അയച്ചു തന്ന്. അപ്പൊ ആന്റിക്ക് ഭയങ്കര സന്തോഷമായി. സന്തോഷം. അന്വേഷണം പറയാൻ പറഞ്ഞിരുന്നു. എന്റെ അന്വേഷണം പറഞ്ഞു. പറഞ്ഞേക്കണേ. ആ, പറഞ്ഞേക്കാം. അന്വേഷണം പറയാൻ പറഞ്ഞ് പറഞ്ഞ്. അമൃത ബാർബി ഡോൾ, എന്തോ ഇന്നത്തെ അമൃതയുടെ സ്കോർ ഇസ് 96.75 out of 100. താങ്ക് യു. അപ്പൊ മിടുക്കി കുട്ടിയായിട്ട് അടുത്ത റൗണ്ടിന് ഇനിയും അടിപൊളിയായി സ്കോർ ചെയ്യണം. ഓക്കെ, ഓക്കെ നമ്മളെപ്പോഴും 100ലേക്കും മുട്ടായി മഴയിലേക്കും നോക്കിയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. ബൈ താങ്ക് യു. ബൈ ബൈ ബൈ. Good night. ഗുഡ് നൈറ്റ്. അമ്പലത്തിൽ നല്ലയോ സ്വർണരഥഘോഷം. MJ അങ്കിളെ, ആ. ഇനി വരാൻ പോകുന്നത് ഒരു ഡെഡിക്കേഷൻ റൗണ്ട് ആണ്. എനിക്കറിയാവുന്ന കാര്യം ഇതൊരു സ്പെഷ്യൽ ഡെഡിക്കേഷനാ. ഇങ്ങനെ ഒരു ഡെഡിക്കേഷൻ ഇവിടെ മുന്നേ ഡെഡിക്കേഷൻ റൗണ്ടിലൊന്നും ആരും കൊടുത്തിട്ടില്ല. അങ്ങനെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡെഡിക്കേഷനുമായിട്ട് നമ്മുടെ സിദ്ധുക്കുട്ടി എത്താണ്. ലെറ്റ്സ് വെൽക്കം സിദ്ധലക്ഷ്മി ഓൺ സ്റ്റേജ്. അച്ഛേ, അച്ഛേ, അമ്മമ്മേ, അച്ഛാ, അമ്മമ്മേ, അമ്മമ്മേ, അച്ഛേ, അച്ഛേ, അമ്മമ്മേ, അയ്യപ്പ. സിദ്ധമാളികപ്പുറം. അയ്യപ്പ. സിദ്ധമാളികപ്പുറം. ഭയം വേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സിദ്ധമാളികപ്പുറം അതെ, സ്വാമിയെ ശരണമയ്യ. സമീശരണം സ്വാമി ശരണമയ്യപ്പ. അപ്പൊ മാളികപ്പുറമായിട്ട് വന്നിരിക്കുകയാണ്. ആ, സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണെന്ന് പറഞ്ഞത്. ഭയങ്കര മീനുട്ടി. സ്പെഷ്യൽ. സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ്. ആർക്കാണ് ആർക്കാണ്? ഞാൻ എന്റെ അയ്യപ്പ സ്വാമിക്ക് വേണ്ടിയിട്ടാണ് ആണോ? dedicated. അയ്യപ്പ സ്വാമി കേൾക്കട്ടെ ഈ പാട്ട്. ഇത് മണ്ഡലകാലല്ലേ, അതെ. അപ്പൊ മലകയറാൻ പോവാണല്ലേ മാളികപ്പുറം. പണ്ടൊക്കെ ഞാൻ എന്റെ മാമനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ജയമാമൻ എന്നാണ്. അപ്പൊ ജയമാമന്റെ വീട്ടിലാണ് കെട്ട് നിറയ്ക്കുന്നത്, ഉം. എന്നിട്ടാണ് പോകുന്നത്. ഉം. അപ്പോ അവിടെ ലതമാമി ഉണ്ട്. ലതമാമി ഒരു 10, 250, 300 ഇഡ്ഡലി ഉണ്ടാക്കി തരും. ഓ ശരി. അപ്പൊ ഈ ഇഡ്ഡലിയും കൊണ്ട് ഒരു 15 പേരുള്ള ഒരു ഗ്രൂപ്പിലാണ് നമ്മള് ശബരിമല പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. ഈ അയ്യപ്പസ്വാമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ സിദ്ധുക്കുട്ടി? അയ്യപ്പസ്വാമി സിദ്ധുവിന്റെ അയ്യപ്പസ്വാമിയാണ്, എന്റെയാണ്, മീനൂട്ടിയുടെയാണ്, ആര്യയുടെയാണ്, മധുവിന്റെയാണ്, നമ്മുടെ എല്ലാവരും ഓർക്കസ്ട്രയുടെയാണ്, എല്ലാവരുടെയാണ്. അതാണ് അയ്യപ്പസ്വാമിയുടെ പ്രത്യേകത. അതിൽ നമ്മള് മനുഷ്യര് വച്ചിരിക്കുന്ന ഈ ജാതി മത വർണ്ണ ഭേദങ്ങളൊന്നും അയ്യപ്പസ്വാമിക്ക് ഇല്ല. ഇല്ല. ആർക്ക് വേണമെങ്കിലും അവിടെ പോയി തൊഴാം. അതാണ് അതിന്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മാളികപ്പുറത്തിന്
എല്ലാ അനുഗ്രഹങ്ങളും അയ്യപ്പസ്വാമിയുടെ ഉണ്ടാവട്ടെ. താങ്ക് യു. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അമ്പലമുണ്ട്, ഉം. അയ്യപ്പൻ്റെ അമ്പലം. ഉം. അപ്പോൾ ഞാനും അമ്മമ്മയും അച്ഛമ്മയും എപ്പോഴും പോവാറുള്ള അമ്പലമാണ്. അമ്പലമാണ്. ഭയങ്കര അയ്യപ്പ സ്വാമിനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എപ്പോഴും അമ്മ എന്നോടത്ത് നേരത്തെ ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടപ്പോൾ പറഞ്ഞു, സിദ്ധുക്കുട്ടി എപ്പോഴും അയ്യപ്പന്റെ അമ്പലത്തിൽ പോവും, അവിടെ പോയി പ്രാർത്ഥിക്കും. അമ്മമ്മയുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. അമ്മമ്മ വന്നിട്ടുണ്ട് ഇവിടെ. അമ്മമ്മ കേൾക്കാൻ കൊച്ചിട്ട് വന്നതാണ് അതെ, പാട്ട് ഇങ്ങനെ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയതുകൊണ്ട്. പിന്നെ എൻ്റെ ചെറിയമ്മയും വന്നിട്ടുണ്ട്. ചെറിയമ്മ വന്നിട്ടുണ്ട്. ഹലോ ഹലോ. പ്രൊഫൈലില് പാട്ട് പാടി നമ്മളൊന്നും ചോദിച്ചില്ലേ ആ, ആരായിരുന്നു എന്ന്? പാടിയത് ആ ചേച്ചി. മുമ്പിൽ നിന്ന് കളിച്ചോണ്ടിരിക്കുന്ന കൊച്ചനുജനാണോ? ആണോ? അതെ അതെ. പാട്ടിന്റെ വരികളുണ്ടല്ലോ, കൊച്ചനുജന. ഹായ്. ഇല്ല, ഭയങ്കര നാണമാ. ആ തല സോഫയുടെ ഉള്ളിലേക്ക് പോയി തല. അപ്പൊ പാട്ടിന്റെ ഡീറ്റെയിൽസ്. ഫിലിം സ്വാമി അയ്യപ്പൻ, ഇയർ 1975, ലിറിക്സ് വയലാർ രാമവർമ്മ സാർ, മ്യൂസിക് ജി ദേവരാജ മാസ്റ്റർ, സിംഗർ അമ്പിളി മാം. എന്നാ പിന്നെ നമുക്ക് ഐശ്വര്യമായിട്ടങ്ങ് തുടങ്ങിയേക്കാം. സ്വാമി ഓക്കേ? ശരണം. സ്വാമിയേ ശരണം അയ്യപ്പ. സമീഷണം. വളരെ ബെസ്റ്റ് സിദ്ധുക്കുട്ടി. താങ്ക് യു. തിരുവിളക്കിൻ കതിരൊളിയിൽ
മക്കളെ ഇങ്ങോട്ട് പോരെ, ചോദിക്കട്ടെ. എന്ത് പറ്റി കണ്ണാ കരയുന്നത്? പെട്ടെന്ന് അയ്യപ്പസ്വാമിനെ മനസ്സിൽ വിചാരിച്ചപ്പോ കരഞ്ഞു. അത് ഭക്തി കൊണ്ടാണ് അല്ലേ? ഭക്തിയുടെ പല വിശേഷങ്ങളുണ്ട്. നമ്മൾ സന്തോഷം കൊണ്ട് ഭക്തിയിൽ നമുക്ക് കണ്ണുനീര് വരും. അതുപോലെ ചിലപ്പം അത് സങ്കടം. ആദ്യമായിട്ട് എങ്ങനെയാണ് പോയത് അവിടെ മാളികപ്പുറമായിട്ട്? അമ്മമ്മയുടെയും ആ. അച്ഛന്റെയും കൂടെ. അച്ഛനെയും കൂടെ. അമ്മമ്മ വന്നിട്ടുണ്ടല്ലേ? ആ. അപ്പൊ ഡെഡിക്കേഷൻ ആർക്കൊക്കെയാണ്? അയ്യപ്പസ്വാമി. അയ്യപ്പസ്വാമിക്കും അമ്മമ്മയ്ക്കും ഉം. നമുക്ക് കൊടുക്കാൻ കുറച്ച് അല്ലേ? ആ. അപ്പൊ കരണ്ട കേട്ടോ. അങ്കിൾ ഒരു കഥ പറയട്ടെ. ആ. അയ്യപ്പസ്വാമിയും അങ്കിളും തമ്മിലുള്ള ഒരു കഥ പറയട്ടെ. അങ്കിൾ ഒരു സമയത്ത് ഒരു 128 കിലോ ഉണ്ടായിരുന്നു. അറിയാം, മധുവിനറിയാം. അതെ അതെ. അത് മീനുട്ടി കണ്ടിട്ടില്ല. അപ്പോൾ വല്ലാണ്ട് തടിച്ച് ഇങ്ങനെ പൊണ്ണത്തടിയനായി. അപ്പോൾ ആ സമയത്ത് അങ്കിൾ ഒരു പ്രോഗ്രാമിന് കണ്ടക്ട് ചെയ്തപ്പോൾ യേശുദാസ് സാറ് പറഞ്ഞു, മോനെ ഈ ബിരിയാണിയൊക്കെ ഒന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഇത്രയും തടിയുണ്ടെന്നുള്ള കാര്യം ഞാൻ തന്നെ അറിയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനുശേഷം അയ്യപ്പസ്വാമിയുടെ അടുത്ത് പോയപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു 35-36 തവണ പോയിട്ടുണ്ട് ശബരിമലയിൽ. അപ്പോൾ അയ്യപ്പസ്വാമിയുടെ അടുത്ത് പോയപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഞാൻ ഏറ്റവും കഴിച്ചുകൊണ്ടിരിക്കുന്ന മീറ്റാണ്. 3 നേരം ചിക്കൻ, മട്ടൺ, ബീഫ് ഇതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ അവിടെ വെച്ച് തീരുമാനിച്ചു, ഇനി ഇത് കഴിക്കില്ല. അയ്യപ്പസ്വാമി എനിക്ക് അതിനുള്ള മനസ്സാന്നിധ്യം തരണം, എനിക്ക് അതിനുള്ള സ്ട്രെങ്ത് തരണം. ഇതൊക്കെ ഉപേക്ഷിക്കും. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് ഉപേക്ഷിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് ഉപേക്ഷിച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ അങ്ങനെ ആ ദിവസം അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ വെച്ച് അത് ഉപേക്ഷിച്ചു. ഇപ്പൊ 15 വർഷമായി കഴിച്ചിട്ടില്ല, മീറ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ പല കാര്യങ്ങളും ശബരിമലയിൽ പ്രത്യേകതയുള്ളതാണ്. ഇവിടെയാണ് ഒരിടം എന്ന് പറഞ്ഞാൽ ഭക്തനെയും സ്വാമി എന്ന് വിളിക്കും, അയ്യപ്പനെയും സ്വാമി എന്ന് വിളിക്കും. രണ്ടുപേരും സ്വാമിയാണ്. തത്വമസി. അതാണ് തത്വമസി എന്ന് പറയുന്നത്. അത് തന്നെ ഇത് തന്നെ അത്. ഐ ആം ദാറ്റ് എന്ന് പറയുന്നത്. ഞാൻ തന്നെ നീ, നീ തന്നെ ഞാൻ, നീ തന്നെ ഞാൻ. അതാണ്. അപ്പോൾ ഏറ്റവും സൗന്ദര്യമാർന്ന ഒരു ഇടമാണ് ശബരിമല. അവിടെ പോകാൻ പറ്റിയില്ലേ, അത് വലിയ ഭാഗ്യമാണ്. അപ്പോൾ അതുകൊണ്ട് സന്തോഷമാണ് വേണ്ടത്. സ്വാമി എല്ലാവരുടെയും സന്തോഷമാണ് സ്വാമി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സ്വാമി ഈ സകല എത്ര കോടി ആൾക്കാർ അവിടെ വരുന്നു. എല്ലാവരുടെയും സങ്കടം കേട്ടിട്ടും സ്വാമി അവിടെ ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും നന്നായി വരും എന്നാണ് സ്വാമി പറയണത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഓക്കെ. മീനുകൂട്ടാ, എന്തോ ഈ സ്വാമി അയ്യപ്പൻ എന്ന് പറഞ്ഞ സിനിമ വളരെ പ്രത്യേകതയുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഹരിവരാസനമാണ്. ഹരിവരാസനം യേശുദാസ് സാറാണ് പാടിയത്. അത് ഈണം ചെയ്തത് ദേവരായ മാസ്റ്ററാണ്. ഈ ഹരിവരാസനം ഒഴികെയുള്ള മറ്റുള്ള പാട്ടുകൾ ഈ സിനിമയിൽ എഴുതിയിരിക്കുന്നത് വയലാർ സാറാണ്. വയലാർ സാറോ ദേവരായ മാസ്റ്ററോ ഒരിക്കലും അമ്പലങ്ങളിൽ പോകുന്ന ആൾക്കാരല്ല. അപ്പോൾ അവർക്കാണ് 14ഓളം പാട്ടുകൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഡിവിനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലാണ്. അമ്പലങ്ങളിൽ പോയി തൊഴുന്നത് ഓഫ് കോഴ്സ് അത് നമ്മളെ അത് ഇൻസ്പയർ ചെയ്യും, നമ്മളെ വേറൊരു ലെവലിലേക്ക്. പക്ഷെ ഉള്ളിൽ അതുണ്ടെന്നുള്ളതാണ്. ആണ് ദേവരായ മാസ്റ്റർ എപ്പോഴും ഞാൻ കാണുമ്പോഴും എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്പിരിച്വാലിറ്റി അദ്ദേഹം മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് ഇതുപോലത്തെ പാട്ടുകൾ ശബരിമലയിൽ തങ്ക സൂര്യോദയം, സ്വാമി ശരണമയ്യപ്പ, മണ്ഡലം, നൊയമ്പ് നോറ്റു, അക്ഷര ലക്ഷം, മന്ത്രങ്ങൾ ഉരുക്കഴിച്ചു. എന്ത് ബ്യൂട്ടിഫുൾ ആണ് അല്ലേ? മധു, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞു പാടിയത്? നല്ല ഭക്തി രസം ഉണ്ടായിരുന്നു. ഭക്തി തുളുമ്പി നിൽക്കുന്നുണ്ടായിരുന്നു ആ പാട്ടില്. അതുകൊണ്ടാണല്ലോ, ആ ഭക്തിയുള്ളതുകൊണ്ടാണല്ലോ അവസാനം കണ്ണുനീര് വന്നത് അല്ലേ? ആ ഭക്തിയിൽ നിന്നുണ്ടായ കണ്ണുനീരാണല്ലോ. അയ്യപ്പസ്വാമി മനസ്സിൽ അത്രയും പ്രാർത്ഥിച്ച് അങ്ങനെ പാടിയതുകൊണ്ടാണല്ലോ അല്ലേ? അയ്യപ്പസ്വാമി, അഭയം അയ്യപ്പസ്വാമി എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ മുകളിലേക്ക് അങ്ങനെ പൊക്കി പാടിയില്ലേ? ശരിക്കും അയ്യപ്പനുള്ള പോലെ തോന്നി എനിക്ക്, സന്നിധാനം പോലെ തോന്നി. ഇഷ്ടംപോലെ പാട്ടുകൾ പാടാനുള്ള ഭാഗ്യം അയ്യപ്പസ്വാമി തന്നു. എത്ര പാട്ടുകൾ. അതെ അതെ, അത് പല ഭാഷകളിൽ. സങ്കടം കൊണ്ടാണോ എന്നറിയില്ല, പാടുന്നതിൽ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. അത് ഭക്തിയിൽ നിന്നുണ്ടായതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഫീലിൽ വന്നതായിരിക്കണം. വേറെ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. വളരെ ഇഷ്ടപ്പെട്ടു മോളെ. എത്ര തവണ പോയി? ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ അല്ലേ? നീ പോണമെന്നുണ്ട് അല്ലേ? സാധിക്കട്ടെ. എന്റെ വൈഫ് ദിവ്യ 11 പ്രാവശ്യം പോയിട്ടുണ്ട്.
ആണോ? അവിടെയായിരുന്നു ചോറൂണ്. ഓ അതെ. ഇഷ്ടംപോലെ അയ്യപ്പസ്വാമിയുടെ പാട്ടുകളുണ്ട്. ദാസേട്ടൻ ഇഷ്ടംപോലെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ആ. അതില് ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള ഒരു ആൽബം ഉണ്ട് ദാസേട്ടൻ പാടിയതില്. ആ ആൽബത്തിലുള്ള പാട്ടുകളാണ് ഉദിച്ചുയർന്നു മാമലമേലെ, ആനയിറങ്ങും മാമലയിൽ, മാനത്ത് മകരവിളക്ക്, താഴത്ത് പമ്പവിളക്ക്, അങ്ങനെ ഒരു ആൽബം ഉണ്ടായിരുന്നു. അതാണ് ഇതുവരെയുള്ള ചരിത്രത്തിൽ, തരങ്കിണിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയിട്ടുള്ള അയ്യപ്പ ഭക്തിഗാന ആൽബം. ചുവല്ലൂർ കൃഷ്ണൻകുട്ടി മാഷിന്റെ വരികൾക്ക് ഗംഗാമരൻ സാറാണ് സംഗീതം ചെയ്തിട്ടുള്ളത്. ഇപ്പൊ മോള് പാടിയ പാട്ടിന്റെ ഏകദേശം അതേ റൂട്ടിലുള്ള ഒരു പാട്ടാണത് പാടുന്നത്. ആനയിറങ്ങും മാമലയിൽ, ആരാരും കേറാ പൂമലയിൽ. ആനയിറങ്ങും മാമലയിൽ, ആരാരും കേറാ പൂമലയിൽ. നീലിമലയിലും ഉദയാസ്തമയങ്ങൾ, നീലിമലയിലും ഉദയാസ്തമയങ്ങൾ, നിറമാല ചാർത്തും കരിമലയിൽ. അയ്യപ്പ നിൻ ശരണം, അടിയനെന്നും ശരണം. സ്വാമിയപ്പ ശരണമപ്പ, പമ്പാവാസനെ ശരണമപ്പ. സ്വാമിയപ്പ ശരണമപ്പ, പന്തളവാസനെ ശരണമപ്പ. ആനയിറങ്ങും മാമലയിൽ, ആരാരും കേറാ പൂമലയിൽ. ആനയിറങ്ങും മാമലയിൽ, ആരാരും കേറാ പൂമലയിൽ. അത് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രം. തീർച്ചയായിട്ടും അതും ഈ ആൽബത്തിലെ തന്നെ പാട്ടാണ്. അതിങ്ങനെ കേട്ട് കേട്ട് അമ്പലത്തിൽ നിന്ന് കേട്ട് കേട്ട് ഓക്കെ, അതിങ്ങനെ ഉള്ളിലായിപ്പോയി. തീർച്ചയായും ഇറങ്ങി പോവില്ല പിന്നെ. കലിയുഗ വരദ കന്നിക്കാരാം പൈതങ്ങൾ ഞങ്ങൾ, കലിയുഗ വരദ കന്നിക്കാരാം പൈതങ്ങൾ ഞങ്ങൾ. കഠിനതരം കരിമല കേറാനായണഞ്ഞിടും നേരം, കഠിനതരം കരിമല കേറാനായണഞ്ഞിടും നേരം. കായബലം താ, പാദബലം താ, കായബലം താ, പാദബലം താ, ഭക്തജന പ്രിയനേ. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രാമി ശരണം. കുളിച്ചു തൊഴുതുവലം വയ്ക്കുന്നു ഭക്തരഹോരാ അയ്യപ്പ ശരണം. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രാമി ശരണം. കുളിച്ചു തൊഴുതുവലം വയ്ക്കുന്നു ഭക്തരഹോരാ അയ്യപ്പ ശരണം. നമിച്ചിടുന്നേ നടിയനൊരാശ്രയമെന്നും നീ മാത്രം. നമിച്ചിടുന്നേ നടിയനൊരാശ്രയമെന്നും നീ മാത്രം. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രാമി ശരണം. കുളിച്ചു തൊഴുതുവലം വയ്ക്കുന്നു ഭക്തരഹോരാ ശരണം. വളരെ ഭക്തിമയമായ ഒരു അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്ന പോലെ തോന്നുക എനിക്ക് ഈ പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഈ പാട്ടിലേക്ക് വരുമ്പോഴേ തേടി വരും കണ്ണുകളിൽ, ഇതിലത്തെ എന്റെ വീട്ടിലൊരു കൊച്ചനുജനായി കൂടെ വരില്ലേ എന്ന് പറഞ്ഞ വരിയുണ്ട്. അമ്മ പ്രസവിക്കാൻ പോയ സമയത്ത് എനിക്ക് തോന്നുന്നു അമ്മമ്മയുടെ അടുത്തായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ ഈ പാട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, എനിക്ക് ആ ഒരു ഓർമ്മയാണ് പെട്ടെന്ന് ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് വരുന്നത്. മാത്രമല്ല എനിക്ക് പിന്നെ ഉണ്ടാകുന്ന ഒരു അനിയനുമാണ്, ഒരു അനിയനാണ് എനിക്ക് പിന്നെ ഉണ്ടാവുന്നത്. എനിക്ക് ആ ഒരു ഇമോഷനാണ് ഈ പാട്ട് വന്നപ്പോഴത്തേക്കും, എന്താ പറയുക, പെട്ടെന്ന് ഒരു ലൈറ്റ് അടിക്കുന്ന പോലത്തെ ഒരു ഇത് വരില്ലേ, ഒരു സ്പാർക്ക് വരില്ലേ, അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കേട്ടോ. സിദ്ധുകുട്ടി പാടാൻ ശ്രമിച്ചത് ഇങ്ങോട്ടേക്ക് എത്തി, അതിൽ ഭയങ്കര സന്തോഷം. നമുക്ക് വല്ല മാർക്കിലേക്ക് കടക്കാൻ തോന്നുന്നു അല്ലേ? ഇനിയൊന്നും പറയാനില്ല. അമ്മൂമ്മക്ക് ഇഷ്ടപ്പെട്ടോ പാട്ട്? ഇഷ്ടപ്പെട്ടു. സിദ്ധുക്കുട്ടിക്ക് എത്ര വയസ്സുള്ളപ്പോഴാ മലയ്ക്ക് പോയെ? 4ാം ക്ലാസ് പഠിക്കും. അമ്മൂമ്മ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? ഞാനൊരു വർഷം പോയിട്ടു. ഒരു വർഷം പോയിട്ടുള്ളൂ. എന്നെ എന്റെ മുത്തച്ഛൻ ആദ്യം കൊണ്ടുപോയത്. ആണോ? ഞാനും ഒറ്റ പ്രാവശ്യം പോയിട്ടുണ്ട്. ആണല്ലേ? അപ്പൊ ഇന്ന് സിദ്ധുക്കുട്ടിക്ക് കിട്ടുന്ന മാർക്ക് എത്രയാണ്? 98 out of 100. സിദ്ധുക്കുട്ടി, അപ്പൊ നമ്മൾ അയ്യപ്പ സ്വാമിക്ക് ഡെഡിക്കേറ്റ് ചെയ്തു വന്നിട്ട് നല്ല മാർക്കും കിട്ടി അല്ലേ? ഹാപ്പി അല്ലേ? അമ്മൂമ്മ ഡബിൾ ഹാപ്പി. ഇനി എന്താ മോടെ വീട്ടിൽ പോയിട്ട് അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുക, അതൊക്കെ അല്ലേ? അപ്പൊ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചോട്ടോ. ഓൾ ദി ബെസ്റ്റ്, ബൈ. ശ്രീകോവിലിൽ വാണരുളും സ്വാമി അയ്യപ്പ സ്വാമി, അയ്യപ്പ സ്വാമി. ഇനി വരാൻ പോകുന്ന ആളെ മധുവങ്കിൾ ഇതുവരെ കണ്ടിട്ടില്ല.
ആണല്ലേ? ഇപ്പൊ വന്നാ തന്നെ സൂക്ഷിച്ചു നോക്കിയാലേ കാണാൻ പറ്റൂ. ആരൊക്കെ ആയാലും ശരി, സെലക്ഷന്റെ ദിവസം ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ മാത്രം. എന്നാലും പാട്ട് പാട്ട് ഞാൻ കേട്ടിട്ടില്ല. അതെ 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 അതെ. അങ്ങനെയുള്ള ഒരു കുട്ടിപ്പട്ടാളമാണ് എത്താൻ പോകുന്നത്. ലിറ്റിൽ ഏഞ്ചൽ ആണ് യാമി കുട്ടി. ലെറ്റ്സ് വെൽക്കം യാമി ഓൺ സ്റ്റേജ്. ഒരു ബൊമ്മ നടന്നു വരും. കീ കൊടുത്തോലെ. ഹായ് ഹായ്. സ്പീഡ് കൂടി വരുന്നുണ്ട്. അതെ അതെ അതെ. ഓടി വന്നു. അത് പേടി, അതാണ്. പൊറോട്ടി കഴിച്ചോ കുഞ്ഞ്? ഹായ് ഹായ്. ആ പൊറോട്ടയുടെ കൂടെ എന്ത് കഴിച്ചു? പൊറോട്ടിന് മുന്നേ കറി കഴിച്ചു. എന്ത് കറിയാ? എന്ത് കറിയാ? ചിക്കൻ കറി. ആണോ? ചിക്കൻ കറി. പൊറോട്ടയല്ല, പൊറോട്ട. അറിയോ ഇപ്പോ? പഠിച്ചു പൊറോട്ട. പക്ഷെ പൊറോട്ടിന്ന് പറഞ്ഞാ മതി അല്ലേ? അതാണ് ക്യൂട്ട്. അത് കേൾക്കുമ്പോ ഒരു ടേസ്റ്റ് ഉള്ള സാധനം പോലെ. യാമി, പൊറോട്ടി. കഴിഞ്ഞ ദിവസം അച്ഛൻ ദോശ എടുത്തിട്ട് കറി മാത്രം തന്നില്ലേ? ദോശയും പൊറോട്ടയും കൂടിയാ കഴിച്ചത്. പക്ഷെ ദോട്ടന്റെ കൂടി അപ്പൊ ന്യൂട്ടല്ല ഉണ്ടായിരുന്നു. ന്യൂട്ടല്ല. അത് കൂട്ടിയാണ് കഴിച്ചല്ലേ? ദോശ ന്യൂട്ടല്ലയോ? ദോട്ടേന്റെ കൂടെ ന്യൂട്ടല്ലേ ഉണ്ടായിരുന്നു. അപ്പൊ ദോട്ടയും ന്യൂട്ടലയും നല്ലതാണ്. എനിക്ക് ഇഷ്ടമാണ്. ന്യൂട്ടല്ല ഒക്കെ ഞാൻ ഇവിടെയൊക്കെ തേക്കും. മധുരമാണല്ലോ. അല്ല, മധു അങ്കിൾ ഇത്രയും വേഷം ഞാൻ കണ്ടിട്ടില്ലല്ലോ. മധു അങ്കിൾ എവിടെയാ പോയത്? മധുവിനൊരു യാത്രയിലായിരുന്നു. യാത്രയല്ല, പിന്നെ ഞാൻ കണ്ടില്ലല്ലോ. അതെ, യാമിക്കുട്ടി വന്ന ദിവസം മാത്രമേ മധുവങ്ങളെ കണ്ടുള്ളൂ. യാമിക്കുട്ടി ഇവിടെ പാടാൻ വന്നപ്പോഴും മധുവങ്ങളെ കണ്ടില്ല. ഇന്നാണ് കാണുന്നത്. ഇന്ന് കാണുന്ന ഉണ്ണി അങ്കിളായിരുന്നു. അതെ അതെ. മധുവങ്ങള് പോയപ്പോ ഉണ്ണിയങ്കിൾ ഇവിടെ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. ഉണ്ണിയങ്കളല്ലേ ഉണ്ണിപ്പൂച്ച? അതെ. ഉണ്ണിയങ്കിളിനെ ഉണ്ണിപ്പൂച്ചാന്ന് വിളിച്ചോ? അങ്ങനെ വിളിച്ചു. അത് ശരി. ആഹാ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കിന് മധുങ്കളല്ലേ ഈ പൂച്ചന്ന് അങ്ങനെ അറിയാം. ഇപ്പൊ മധുപൂച്ചയായോ? അങ്ങനെ പറയാന്ന്. അപ്പൊ നമുക്കിന്ന് ഒരു പാട്ട് പാടിത്തരുവോ? ഏത് പാട്ട് പാടാനാ വന്നേക്കണേ? അത് അക്കരക്കാവിലെ ചക്കരമാവിലെ. അതെങ്ങനെയാ തുടങ്ങണേ? അതെങ്ങനെയാ പാടുന്നത്? അതോ? കാക്കച്ചി പെണ്ണിന്റെയാ. അത് കാർട്ടൂണല്ലേ? അതാരാ കാക്കച്ചി പെണ്ണ്? എന്റെ ഫേവറേറ്റ് കാർട്ടൂൺ ആണ്. കാക്കയില്ലേ, അതിന് കല്യാണാണ്. ആണോ? മീനുട്ടിയുടെ ഫേവറേറ്റ് പാട്ട്. എന്റെ ഫേവറേറ്റ്. അതെന്താന്നറിയാമോ? ഞാനിത് കുഞ്ഞിലെ കേട്ടോണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 1ാം ക്ലാസ്സിലൊക്കെ ആയപ്പോ എനിക്ക് അനിയനുണ്ടായി. അപ്പൊ അവൻ ഇത് കേട്ടോണ്ടിരുന്നു. ഞാൻ വീണ്ടും കേൾക്കേണ്ടി വന്നു. പിന്നെ അവനൊന്ന് വലുതായി വന്നപ്പോ എനിക്ക് വീണ്ടും ഒരു അനിയനുണ്ടായി. അപ്പൊ ഞാൻ വീണ്ടും ഇത് ഇനി ഉണ്ടാവോ? ഇല്ല, ഞാൻ പറഞ്ഞോണ്ട് ഈ പാട്ട് ശരി, അത് മതി. നന്നായി. അങ്ങനെ ഞാൻ സ്റ്റിൽ ഇത് എന്നും ഞാൻ രാവിലെ ഇരുന്ന് കഴിക്കുമ്പോ ഇന്നും കൂടി ഞാൻ രാവിലെ കഴിച്ചപ്പോ ഈ പാട്ട് കേട്ടോണ്ടിരുന്നു. ഈ അക്കരക്കാവിലെ. അഞ്ചാങ്കുള് ഒരു കഥ പറഞ്ഞു തരട്ടെ. ആ കാക്കച്ചീന്റെ കഥ പറഞ്ഞു തരട്ടെ. ഒരാള് അക്കരമാവിലെ പാടുന്നു. കാക്കച്ചി പെണ്ണും കൂടെ പാടുന്നു. എന്നിട്ട് കാക്കച്ചി പെണ്ണിന് കല്യാണമായി. പിന്നെ മാലയിട്ട് എന്നിട്ട് കഴിഞ്ഞോ? വന്നു. ആള് വന്നു. എല്ലാവർക്കും സദ്യയൊക്കെ കൊടുത്തു. വന്നിട്ട് ക്ലാപ്പൊക്കെ കൊട്ടി എല്ലാരും പാടി. എന്നിട്ട് എവിടെ മിഠായിണ്ട്. അതിനിടയ്ക്ക് താഴെ മിഠായി വീണിടപ്പുണ്ട്. എന്നിട്ട് കഥ കഴിഞ്ഞില്ലല്ലോ. കഥ കഴിഞ്ഞോ? ഇത്രയുള്ള കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ കല്യാണം നടന്നു അവരുടെ. എന്നാ പിന്നെ നമുക്ക് പാട്ട് പാടിയാലോ? മാലയിട്ടു കല്യാണം കഴിച്ചു, പാട്ട് പാടി. അത്രേ ഉള്ളൂ. എന്നാ ഞങ്ങൾ ക്ലാപ്പ് അടിച്ചേക്കണു. നമുക്ക് പാട്ട് പാടാം. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ഞാൻ വെരി എക്സൈറ്റഡ് ആട്ടോ ഇത് കേൾക്കാൻ. അക്കരക്കാവിലെ ചക്കരമാവിലെ കാക്കച്ചി പെണ്ണിനു കല്യാണം. അക്കരക്കാവിലെ ചക്കരമാവിലെ കാക്കച്ചി പെണ്ണിനു കല്യാണം. മാറിൽ മലരക പൂമാല, വേനിൽ മിന്നുന്ന പൂഞ്ചേര, കുക്കു തുളച്ചൊരു മുക്കൂത്തി, കാൽനഖമാറിയും മൈലാഞ്ചി.
സൂപ്പർ സൂപ്പർ കാലക്കി അടിപൊളി സൂപ്പർ ഓ സൂപ്പർ. അങ്ങനെ കാക്കച്ചി പൊന്നിന്റെ കല്യാണം കഴിഞ്ഞു. പക്ഷെ കല്യാണത്തിന് നമ്മളെ ആരും ക്ഷണിച്ചില്ലല്ലോ. ക്ഷമിക്കണം. ക്ഷമിക്കണോ അതോ ക്ഷണിക്കണോ? വിളിക്കാത്തതിനും ക്ഷമിക്കണം. അത് ക്ഷമിക്കണമെന്ന്. ഓ ശരി. ക്ഷമിച്ച് പാടിയത് നന്നായിട്ടാ. നന്നായിരുന്നു, നന്നായി പാടി. നന്നായിട്ട് പാടി. ഒത്തിരി നന്നായിട്ട് പാടി കേട്ടോ. അതെ, അക്ഷരസ്ഫുടതയും ഭയങ്കര സ്ഫുടതയായിരുന്നു. അതെ അതെ. എനിക്ക് മാറിൽ മരതക പൂമാല എന്ന് പാടിയത് ഭയങ്കര അതൊന്ന് ഇഷ്ടപ്പെട്ടു. പാടി തരുമോ? അതെങ്ങനെയാ? മാറിൽ മരതക പൂമാല. മാറിൽ മലരക പൂമാല. മാറി മലതക പൂമാല അല്ലേ? മലതക പൂമാല. പിന്നെ അവസാനം കാക്കച്ചി പെണ്ണിന് അത് കാക്കാക്ക അതെങ്ങനെയായിരുന്നു? കാക്കാ. ആ അങ്ങനെയായിരുന്നോ? കാക്കാക്ക അങ്ങനെയാണോ? കറക്റ്റ് ആണോ? അങ്ങള് പറയുന്നത് ശരിയാണോ? ആ ശരിയാ. അതോ കാക്കാക്ക അങ്ങനെയാണോ? അല്ല. അങ്ങനെയാണോ? അങ്ങനെയാണോ? ഈ കാക്കച്ചി പെണ്ണിനെ കണ്ടോ നിങ്ങൾ? കണ്ടു കണ്ടു. മൂക്കുത്തിയൊക്കെ ഇട്ട കാക്കാച്ചി. എന്ത് സുന്ദരിയായിട്ടുള്ള അതെ അതെ അതെ. അത് ആ വീഡിയോയിൽ ഇതുപോലെ തന്നെ ഒരു കാക്കച്ചി പെണ്ണും ചെറുക്കനും ഉണ്ട്. ഈ ചെക്കൻ ഗൾഫിൽ നിന്ന് വന്നതാ. ആണല്ലേ? Boots ഇട്ടിട്ട്. ബൂട്ട്സും പാന്റും ഒക്കെ ഇട്ടിട്ട്. ഇനി എന്റെ കാക്കേന്റെ സൗണ്ട് കാണിച്ചായിരുന്നോ? ആ, എങ്ങനെയാ? കാണിക്കും കാണിക്കും. ആണോ? ആ കൊള്ളാല് കൊള്ളാല്. അതെ അത് കറക്റ്റ്. എനിക്കിവിടെ ഒരു ഇരിക്കപ്പുറതി കിട്ടുന്നില്ല അതൊക്കെ കണ്ടിട്ടെ. വരണോ? വാ, 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 സാരില്ല. വാ, വാ, വാ. എന്ത് ചെയ്യാനാ? ശരിക്കും ഇത് കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. മൂക്കുത്തി, ഇതാണ് മൂക്കുത്തുളച്ചത്. ഇത് ആരാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചവർ? കുട്ടച്ചൻ ആൻഡ് ടീം. ആഹാ കൊള്ളാം, അടിപൊളി. ചേട്ടാ അതിന്റെ അകത്ത് ശരിക്കും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. MJ സർ, ഇതിന്റെ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ അടുത്തുനിന്ന് കാണുക തന്നെ വേണം കേട്ടോ. മസ്കാരൊക്കെ ഇട്ട് വെച്ച് ഇങ്ങനെ തേച്ച് വെച്ചേക്കുന്നത് കണ്ണൊക്കെ. മൂക്ക് തുളച്ചൊരു മുക്കുത്തി അതിട്ടിട്ടുണ്ട്. 6 വിരലിലും മൈലാഞ്ചി, മൈലാഞ്ചി, പിന്നെ പൂഞ്ചേല, പൂഞ്ചേല. ഓക്കെ. പിന്നെ മാല കണ്ടോ? മരതക പൂമാല. പൂമാല. മരതക പൂമാല. പിന്നെ ആ ചെറുക്കനാണ് കോട്ടും ബൂട്ട്സും ഇട്ട് ഗൾഫിൽ നിന്ന് വന്ന ചെറുക്കൻ. അല്ല, പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന മാല കേട്ടോ. അവന്റെ ഒരു റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞ ഒരു മോതിരൊക്കെ ഉണ്ട്. അതെ. 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 ഈ ഗൾഫിലൊക്കെ കാക്കയുണ്ടോ? അവരുടെ യൂണിവേഴ്സിലെ കഥയാ ഇത്. യൂണിവേഴ്സൽ കഥ. ആ അങ്ങനെ തന്നെ. ഈ ആമക്കുട്ടി എങ്ങനെയൊക്കെ പാടണേ? അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചിട്ട് പാടിയിട്ട്. ഒറ്റയ്ക്ക് പഠിച്ചിട്ട് അങ്ങ് പാടിയിരിക്കുക. മിടുക്കിയാണ്. നമ്മളൊക്കെ എത്ര പേരുടെ കൂടെ ഇരുന്ന് പഠിച്ചിട്ട് ആ പാട്ടൊക്കെ പാടി രക്ഷപ്പെടണേ. പാട്ട് ഞാൻ ഒറ്റയ്ക്കാണ് പാടിയത്. അച്ഛനും അമ്മയൊന്നും കൂടാതെ ആ പാടിയത്. അച്ഛനും അമ്മയും വന്നില്ല. അച്ഛനമ്മയും കളഞ്ഞോ? കളികട്ടൊന്നും ഇല്ല. പാടാൻ പറഞ്ഞിട്ട് അച്ഛനും അമ്മയും പോയി ഭക്ഷണം കഴിച്ച് ഞാൻ ഒറ്റയ്ക്ക് വാതിലൊക്കെ അടച്ച് പാട്ടൊക്കെ വെച്ച് നല്ലോണം പ്രാക്ടീസ് ചെയ്തു. ആണല്ലേ? നല്ലോണം പ്രാക്ടീസ്. അവര് അടച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോയത് ചേച്ചി ചേട്ടനോ? പൂട്ടിയിട്ടോ? യാമി പൂട്ടിയിട്ടോ? കൂട്ടിയൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ അവര് പോയിന് ഞാൻ ഒറ്റയ്ക്കാണ് വാതിലടിച്ചത്. എന്നിട്ടാണ് ആ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്തത്. അതെങ്ങനെ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്തേ? അല്ലാണ്ട് ഷൂന്റെ ലൈറ്റ് കെട്ടുന്നത് കാണണോ? ഷൂന്റെ ലൈറ്റ് കത്തുന്നത് കാണണോ? കാണട്ടെ. നോക്കട്ടെ. പ്രാക്ടീസ് ഒക്കെ പിന്നെ ആ, കണ്ടോ? ആഹാ, കൊള്ളാലോ. അപ്പൊ നല്ല ഈ ഷൂ ഇട്ട് ചവിട്ടിയിട്ടാണോ പ്രാക്ടീസ് ചെയ്യണേ? അത് ലൈറ്റ് വരാൻ വേണ്ടിയാ. അപ്പൊ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യണേ? ഇവിടെ അടങ്ങി നിന്നിട്ട് കാക്കച്ചി പെണ്ണിന്റെ കൊറേ പാടി പ്രാക്ടീസ്. എങ്ങനെയായിരുന്നു? മൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട് പാടുക. അതെങ്ങനെയാ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് പാടി പ്രാക്ടീസ് അല്ലാണ്ട് ഇങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇല്ല, ഇങ്ങനെ പോകട്ടെ, അങ്ങനെ ഇങ്ങനെ മതി. ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത കേക്കട്ടെ. കേക്കട്ടെ. അക്കരക്കാവിൽ എങ്ങനെ പാടിയെന്ന് നോക്കട്ടെ. മ്യൂസിക് ഇട്. ആ മ്യൂസിക് വന്നു. അക്കരക്കാവിലെ ചക്കര മാവിലെ കാക്കച്ചി പെണ്ണിനു കല്യാണം. ഈ ഇടയ്ക്ക് വെച്ച് മൈക്ക് ഇങ്ങനെ പൊക്കണോ? ഇടയ്ക്ക് ഇങ്ങനെ പാടുമ്പോൾ അങ്ങനെ മൈക്ക് പൊക്കാൻ എന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? ആണോ? അമ്മ പറഞ്ഞതാണല്ലേ ഈ മൈക്ക് ഇങ്ങനെ ഇടയ്ക്ക് പൊക്കണം. പാടുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ പൊക്കണം. അത് നാദസ്വരംകാരല്ലേ? നാദസ്വരം ഇങ്ങനെ പൊക്കണത്. എന്തായാലും മിടുക്കിയാണ് നമ്മുടെ കുട്ടി. മിടുക്കിയാണ്. അതെ, ആ ട്യൂണൊക്കെ കറക്റ്റ്. നിങ്ങൾ എന്തിനാ എന്നെ നോക്കി ചിരിക്കുന്നത്? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് എനിക്ക് ഇഷ്ടമാ. ഇഷ്ടാണെങ്കിൽ മധുങ്ങൾ നന്നായിട്ട് പാടി എനിക്കും ചിരി വരും. ആണോ? മതങ്ങള് നന്നായിട്ട് പാടിയാ അവർക്ക് ചിരി ആ വരുന്നത്. എനിക്കിപ്പോ നന്നായിട്ട് പാടിയോണ്ടാ ചിരി വരണേ. അതിന് മഴയുടെ മഴയുടെ കൊറേ നേരമായില്ലേ നമ്മുടെ കുട്ടി മഴ മഴയ്ക്ക് വേണ്ടി വെയിറ്റ് ചോദിക്കുന്നു. ചെയ്യാണ് അവിടെ. യാമിക്കുട്ടി, മധുകളിൽ പാടാൻ അറിയാമോ? ഒന്ന് പാട്. ഏത് പാട്ടാ വേണ്ടേ?
തൃക്കരക്കാവിൽ അയ്യോ ഇതെനിക്കറിഞ്ഞൂടാ. അത് വേണ്ട, മധുങ്ങൾ കാട്ടിലെ കണ്ണം പാടിയെന്ന് കാട്ടിലെ ട്യൂണേ ഓർമ്മയില്ല എനിക്ക്, ശ്ശേ, കൊറേ നാളുകളായി. എനിക്ക് അത് സങ്കടാവുകയെ. മധുങ്ങളെ പാടിയ സങ്കടമൊന്ന് കണ്ട കാട്ടിലെ മിടുമിടുക്കൻ മൊയിലച്ചനുണ്ട്. പാട്ടൊന്ന് കേക്കട്ടെ. എനിക്ക് 2 ലൈനേ അറിയാവൂ. 2 ലൈനാ അറിയുള്ളൂ. കണ്ണിലുണ്ണിയാണേ കണ്ണനാണേ കൊച്ചു കൊമ്പനാണേ വമ്പനാണേ, ഇത്ര അറിയാവൂ. ബാക്കി കൂടി പാട്. പ്ലീസ് പാട്. ഇത്ര മതി, അറിയില്ലല്ലോ, ഇത്ര മതി. കൊള്ളാമോ കൊള്ളാമോ? കൊള്ളാം. നല്ല നീറ്റായിട്ടുണ്ട് പാടുന്നത്. ഈ പാട്ട് മധുരമഴ അറിയോ? കിട്ടുമോ? കിട്ടും. കിട്ടോ? എത്ര മാർക്ക് തരും? എത്ര മാർക്ക് തരും? എനിക്ക് എത്ര മാർക്ക് തരും? നമുക്ക് എത്ര കൊടുക്കണം മാർക്ക്? 100,015. ഓ 100,015. 1,500. ഓ, അത് ഭയങ്കര മാർക്കാണ്. ഒരു 5 ജനറേഷന് വേണ്ട മാർക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇന്ന് ജലദോഷാണ്. ജലദോഷമാണെന്ന് മനസ്സിലായി ഞങ്ങൾക്ക്. മനസ്സിലായോ? ആ എനിക്ക് ആ ശബ്ദം കേട്ടപ്പോ മനസ്സിലായി ജലദോഷം ഉണ്ടെന്ന്. ഇനി മൊയലിന്റെ പാട്ട് കേൾക്കാം. മധുങ്ങൾ പാടും. പോയില്ലേ, പോയില്ലേ. എനിക്കറിയാം. ഒന്ന് പാടിക്കേ. മിടുമിടുമിടുക്കൻ മുയലച്ചൻ മടി മടി മടിയൻ മറയാമ അടിപിടി കൂടി ഒരു നാളിൽ കഥ ഇതു കാട്ടിൽ പാട്ടായി. ആ മിടുമിടുമിടുക്കൻ മുയലച്ചൻ മടി മടി മടിയൻ മറയാമ അടിപിടി കൂടി ഒരു നാളിൽ കഥ ഇതു കാട്ടിൽ പാട്ടായി. കുറുമൊഴി വീട്ടിൽ കുയിലമ്മ അവളുടെ പേരിൽ വക്കാണം വിവരമറിഞ്ഞു മൃഗരാജൻ വനസഭ കൂടി തിരുമുൻപിൽ. കേട്ടിട്ടുണ്ടോ അത്? ആ നല്ല പാടല്ലേ? സൂപ്പർ. യാമിക്കുട്ടി, മധുങ്ങൾ എത്ര മാർക്ക്? 100,000 കുറച്ച് കൂടുതലാ. കുറച്ചുകൂടെ കൂട്ടി. കൂടുതലാ. 100,000. 65 ഔട്ട് ഓഫ് 100. ഓ എന്റെ ദൈവമേ. എന്റെ അമ്മേ. താങ്ക് യു. അപ്പൊ എനിക്ക് എത്ര മാർക്ക് തരും? 100,265 ഓ മിഠായി wow. അല്ലേ? ചോക്ലേറ്റ്. താങ്ക് യു. പോരട്ടെ, ഒരു ലിറ്റിൽ ഏഞ്ചൽ മധുരമഴ. എനിക്ക് ഈ മിഠായി മഴയുടെ പുറകിലും പ്രവർത്തിക്കുന്നത് നമ്മുടെ കുട്ടച്ഛനാണ്. താങ്ക് യു ചേട്ടാ, അത് മേലേക്ക് തോന്നി. ഒരുപാട് നന്ദി ചേട്ടാ അത് സൂപ്പർ ആയിരുന്നു. ഒരുപാട് നന്ദി. നമുക്ക് മൊത്തം മൊട്ടായി വേണമെന്ന്. ആ ഉടുപ്പിരിക്കും നോക്ക്, കുഞ്ഞിനിക്കറൊക്കെ ഇട്ട്. ഉടുപ്പിന്റെ അകത്ത് മൊത്തം മൊട്ടായി. A few moments later. കാത്തു. പിന്നെ ആര് പറഞ്ഞു മ്യാവത് ഇനിയുണ്ട്. കിയാ കിയാ കുരുവി ഞാൻ കിയാ കിയാഗോ, കിയാ കിയാ കുരുവി ഞാൻ കിയാ കിയാഗോ. അതുണ്ട്. ഡിങ്കനുണ്ട്. അതിശക്തൻ, അതിവീരൻ, അതിബലവാൻ, ഈ നാടിനെന്നു രക്ഷകൻ ഡിങ്കൻ, എതിരാളിക്കൊരു പോരാളി ഡിങ്കൻ. പിന്നെ മയം 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 കാട്ടും മായക്കണ്ണൻ. പിന്നെ ലിറ്റിൽ കൃഷ്ണയുണ്ട്. പിന്നെ ഞാൻ പറയാൻ തുടക്കം പറഞ്ഞ ഏത് വേണേ ഞാൻ മൊത്തം പൂപ്പി പൂപ്പി ബൗ 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 പൂപ്പി പൂപ്പി ബൗ ബൗ ബൗ. മീനോട്ടിന് ഇപ്പഴാ ഉഷാറായത് കേട്ടാ ഈ പാട്ട്. ഇത് ചെയ്താൽ മതിയായിരുന്നു തുടക്കം തന്നെ. മായക്കണ്ണൻ അറിയാവോ? മായം ബൗ ബൗ മായം 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 കാട്ടും കണ്ണൻ. മായക്കണ്ണൻ. അതറിയാം. മനസ്സിനുള്ളിൽ കയറിക്കൂടും കള്ളച്ചാരാണേ. പിന്നെന്താ? ഓർമ്മയില്ല. ചാരാണേ എന്നും എന്നും മുന്നിൽ മായക്കണ്ണൻ. എനിക്കത് കാണുമ്പോ കുളിർ പറഞ്ഞു മ്യാവൂ. ഇങ്ങനുണ്ട്.
ഞാനാ നിങ്ങളെ കാത്തു. ആര് പറഞ്ഞു മ്യാവൂ, ഞാനാ നിങ്ങളെ കാത്തു. എന്നോടൊപ്പം കൂടാൻ ആർക്കാണിഷ്ടം, ആർക്കാണിഷ്ടം. കഴിഞ്ഞു. നല്ല സിമ്പിൾ സോങ്സ്. എന്റെ വീട്ടിൽ CD ഇരിപ്പുണ്ട്, ഞാൻ നിങ്ങക്ക് വേണമെങ്കിൽ കൊണ്ടുതരാം. ആമയും മുയലും പന്തയം വെച്ച കഥ, ആ ആദ്യത്തെ പാട്ടാണേ. പാത്തു പതുങ്ങി പമ്മി നടക്കും കുഞ്ഞിക്കുറുമടിയൻ, ആമച്ചേട്ടനും ഒട്ടക്കാരൻ മുയലും കൂട്ടുകാർ. പാത്തു പതുങ്ങി പമ്മി നടക്കും കുഞ്ഞിക്കുറുമടിയൻ, ആമച്ചേട്ടനും ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ. ഒരു നാൾ അവർ രണ്ടുപേരും പന്തയം വച്ചു, ഓട്ടപ്പന്തയം വച്ചു. മലയോരം കാടുവാരം മത്സരം വച്ചു, തമ്മിൽ മത്സരം വച്ചു. ഇഴയും കാരാമയും പായുന്നൊരു വെൺമുയലും, പരിപാടിയിൽ ആരാരാദ്യം സമ്മാനം നേടും. ഇഴയും കാരാമയും പായുന്നൊരു വെൺമുയലും, പരിപാടിയിൽ ആരാരാദ്യം സമ്മാനം നേടും. പത്തു പതുങ്ങി പമ്മി നടക്കും കുഞ്ഞിക്കുറുമടിയൻ, ആമച്ചെട്ടനും ഒട്ടക്കാരൻ മുയലും കൂട്ടുകാർ. ബഹുദൂരം ചെന്നു വെൺമുയൽ പിന്തിരിഞ്ഞപ്പോൾ, മെല്ലെ പിന്തിരിഞ്ഞപ്പോൾ, കുറേയേറെ പിന്നിലായിട്ടാമയെ കണ്ടു, പാവമാമയെ കണ്ടു. മുതുകിൽ കൂടാരവും അതിലേറെ ഭാരവുമായി ഇഴയും കാരാമയെ നോക്കി സഹതാപം പൂണ്ടു. പത്തു പതുങ്ങി പമ്മി നടക്കും കുഞ്ഞിക്കുറുമടിയൻ, ആമച്ചേട്ടനും ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ. പത്തു പതുങ്ങി പമ്മി നടക്കും. ബാക്കി ഓർമ്മയില്ല. ബാക്കി വരെ മത്സരം കഴിഞ്ഞു. മുയൽ ഉറങ്ങി. അമ്മ പറഞ്ഞതു കേൾക്കുക നാം. അത് ആട്ടിൻകുട്ടിയുടെയും കുറുക്കന്റെയും കഥയാണ്. അടുത്തതിൽ ഞാൻ പാടി. ആദ്യമായിട്ട് മീൻകുട്ടി ഒരു ശ്രുതിയിൽ പാടി. ഓ, അതൊക്കെ ശ്രുതിയാണെങ്കിൽ എന്റെ വീട്ടിൽ ഞാൻ നല്ലോണം ശ്രുതിയിൽ പാടും. കണ്ട, അപ്പൊ എന്ത് മനസ്സിലാക്കണം, ഞാൻ പാടാത്തല്ല, എനിക്ക് പറ്റിയ പാട്ട് പാടിക്കാൻ മനസ്സിലായില്ലേ? സെലക്ഷൻ ഓഫ് സോങ്സ് അതാ പറ്റിയത്. അതാണ് ഇമ്പോർട്ടന്റ്. താങ്ക് യു ഹരി ചേച്ചി. നമ്മുടെ ദ്വിതിക്കുട്ടിയും പിന്നെ കുട്ടൂസും എത്താണ്. റിജ്വൽ കുട്ടനും. ലെറ്റ്സ് വെൽക്കം റിജ്വൽ ആൻഡ് ദ്വിതി ഓൺ സ്റ്റേജ്. നല്ല മഴ. നിനക്ക് എത്ര മുട്ടായി മഴ കിട്ടിയിട്ടുണ്ട്? 4. എനിക്കൊന്നുപോലും കിട്ടിയിട്ടില്ല. വിഷമിക്കണ്ടടാ, സമയം ഇനിയും കിടക്കുവല്ലേ. നിനക്കും കിട്ടും മധുരമഴ. ശരിക്കും കിട്ടുമോ? ആ, കിട്ടും. ഉറപ്പ്? നീ പാട്ട് കേട്ടില്ലേ? ആ, അപ്പൊ കിട്ടും. ഉജ്വല, എന്തോ പേടിയുണ്ടോ ഇപ്പൊ? ഓർക്കസ്ട്ര ഇല്ല. ഭയങ്കര ഇഷ്ടാ? ഇല്ല. തബല ചേട്ടനോടുള്ള പേടി പോയോ? പോയി. പോയി. എന്താണ് പരിപാടി? ഇന്ന് പാട്ട് പാടും. ഇന്ന് പാട്ട് പാട്ട് പാടും. പാടും. ഏത് പാട്ട് പാടാനാ ഏത് വന്നിരിക്കുന്നത്? പാട്ടാണ്? കൽക്കണ്ടം ചുണ്ടിൽ. കൽക്കണ്ടം ചുണ്ടിൽ. ആ ഉഗ്രം പാട്ടാണല്ലോ അത്. രാജാ സാറിന്റെ മ്യൂസിക് ആണല്ലേ? അതെ. എങ്ങനെയുണ്ടായിരുന്നു രണ്ടുപേരും പ്രാക്ടീസ് ചെയ്യുമ്പോ? ഒന്നുമില്ല. ഒന്നുമില്ലേ? ആരാദ്യം പാട്ട് പഠിച്ചു കഴിഞ്ഞത്? രണ്ടാളും ഒരുമിച്ച്. അപ്പൊ ഇന്നത്തെ ഈ കോസ്റ്റ്യൂം ഒക്കെ ഇത് വേണമെന്ന് ആരാ തീരുമാനിച്ചേ? അത് ദ്യുത്തിന്റെ അമ്മയും എന്റെ അമ്മയും. ആണോ? അപ്പൊ ഈ പാട്ടിന്റെ ഡീറ്റെയിൽസ് പറയാമോ? ഫിലിം ഒന്നാണ് നമ്മൾ. വർഷം 1984. പാടിയത് എസ് ജാനകി അമ്മ ആൻഡ് യേശുദാസ് സാറ്. പിന്നെ മ്യൂസിക് ഇളയരാജ സാറ്. ലിറിക്സ് ബിച്ചു തിരുമല സാർ. തിരുമലയോ? തിരുമല സാർ. എന്നാ പാട്ട് തുടങ്ങിയാലോ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൽക്കണ്ടം ചുണ്ടിൽ
സൂപ്പർ സൂപ്പർ കലക്കി. വെരി ഗുഡ് വെരി ഗുഡ്. ആഹാ, ഇതാണ് പാട്ട്. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ പാടണം എന്നുള്ളത്. ഒരു സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിട്ട് തോന്നിയില്ലേ? നല്ലൊരു കൈ ഏർപ്പെടുക. ഉജ്ജ്വലൻ, ഇന്ന് ഉജ്ജ്വലൻ. അതെ, ഉജ്ജ്വലനായിട്ട് പാടി അല്ലേ? അതെ. ദ്വിതി എന്ന് പറഞ്ഞാൽ ദ്വിതിയുടെ പ്രകാശം മൊത്തം, ലോകം അതെ. മൊത്തം. ദ്യുതിക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഉണ്ടോ? ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? ഉണ്ടായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില ഡാൻസ് മൂവ്മെന്റ്സ് ഇവിടെ കാണാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. അത് ഒന്നെന്ന് പറഞ്ഞാൽ ഫോർവേഡ് മാർച്ച്, ബാക്ക്വേർഡ് മാർച്ച്. ആദ്യം ഇങ്ങനെ നടക്കും, രണ്ടുപേരും കൂടെ ഇങ്ങനെ ഫോർവേഡ് നടക്കും, പിന്നെ ബാക്ക്വേർഡ് നടക്കും. അതെങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു? യെസ് യെസ്, റെഡി. അത് എന്തൊരു കൊറിയോഗ്രഫിയാണ്. അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒളിച്ചേ കണ്ടയാണ്. അതെങ്ങനെയായിരുന്നു? ഒളിച്ചേ കണ്ടേ. ഫസ്റ്റ് ചിറക് 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 ചിറക്. യെസ് യെസ്. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഒളിച്ചേ കണ്ടേ സ്റ്റെപ്പ്. ഒളിച്ചേ കണ്ടേ, ഒളിച്ചേ. വെരി ഗുഡ്, വെരി നൈസ്. നല്ല രസമാണ്, ക്യൂട്ടാണ് കേട്ടോ കാണാൻ. എങ്ങനെയുണ്ട് ആര്യ? ഒരു മിടുക്കരും മിടുക്കി എന്ന് തകർത്തു. റിജ്വലിന്റെ പെർഫോമൻസ് എന്ന് കലക്കി. കിടില പെർഫോമൻസ് ആയിരുന്നടാ. റിജ്വലൻ എന്താണ് കാത്തിരിക്കുന്നത്? ഞാൻ മധുരമഴ പെയ്യാനാ കാത്തിരിക്കുന്നത്. മധുരമഴ പെയ്യോ? പെയ്യുമായിരിക്കും. ആയിരിക്കും. നോക്കാം. മധു പെയ്യോ? പെയ്യേണ്ടതാണ്. കാരണം ഇടിപൊട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നത് ഇവിടെ ഇടിമിന്നൽ പോലെ ഉണ്ട്. ഈ പാട്ട് കേട്ടിട്ട് പ്രകൃതി പോലും ഹാപ്പി ആയിട്ടിരിക്കുക. മഴയും. ദ്യുതികുട്ടി, മധുരമഴ പെയ്യോ? പെയ്യുമായിരിക്കും. ആയിരിക്കും. റിജ്വൽ കുട്ടൻ ഇപ്പൊ എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിട്ട് ഈ പാട്ട് പാടി. ഗംഭീരമായിട്ട് പാടി. കാരണം അതിന്റെ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ട് ഓരോ ലൈനും നന്നായിട്ട് പാടി. നമ്മുടെ ദ്യുതിക്കുട്ടിക്ക് നാച്ചുറൽ ആയിട്ടൊരു വിബ്രാറ്റോ, നല്ല രസമുണ്ട് അത് കേൾക്കാൻ. അതെ 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 അതെ. പാടാൻ വാ. രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. പാടിയല്ലോ. അതെങ്ങനെയാ അത്? പാടാൻ വാ, കഥ പറയാൻ വാ. ദ്യുതിക്കുട്ടിയുടെ പാടിയേ നോക്കട്ടെ. പാടാൻ വാ, കഥ പറയാൻ വാ. ഇതാരാ പറഞ്ഞു തന്നെ ഇങ്ങനെ പാടാൻ? അത് താനേ വന്നതാ. വൈബ്രേഷൻ പഠിച്ചു. വെരി ഗുഡ് വെരി ഗുഡ്. തന്നെ വന്നെങ്കിൽ വളരെ നല്ല കാര്യം അല്ലേ? രണ്ടുപേരും നന്നായിട്ട് പാടി. രണ്ടുപേരും കൂടി ചേർന്ന് പാടിയപ്പോ ഇതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടായി. ഈ പാട്ടിന് മൊത്തത്തിലൊരു പ്രത്യേക ഭംഗി. അതില് റിജ്വലൻ ഉജ്ജ്വലനായിട്ട് പാടി. ദ്യുതിക്കുട്ടിക്ക് കുറച്ചും കൂടി ഒരു ഹാപ്പിനെസ് വരണം എന്ന് എനിക്ക് തോന്നി പാട്ടില്. ദ്യുതിക്കുട്ടി ഭയങ്കര സീരിയസ് ആണ്. സീരിയസ്. അതെ, സീരിയസ് ആണേ, വെറുതെ ഒന്നും പറയല്ലേ. അല്ലേ? ദ്യുതിക്കുട്ടി കുറച്ചും കൂടി ഫ്രീ ആവണം, ഹാപ്പി ആയിട്ട് പാടണം. ഡാൻസ് ഒക്കെ കളിക്കും. ഡാൻസ് ആരെ പഠിപ്പിച്ചെന്നാ ചോദിച്ചില്ലല്ലോ. റിജ്വലിന്റെ അമ്മയാണോ ദ്യുതിക്കുട്ടിയുടെ അമ്മയോ? എന്റെ അമ്മ. ആണോ? എന്റെ അമ്മ. ആരുടെ അമ്മയാണ്? തീരുമാനം. എന്റെ അമ്മ. എങ്കിൽ ദ്വിതിയുടെ അമ്മ. ഒരു ലേറ്റസ്റ്റ് ബുള്ളറ്റിൻ ഉണ്ട്, എക്സ്ക്ലൂസീവ് ന്യൂസ്. കഴിഞ്ഞ എപ്പിസോഡിൽ സാം സോണിക്ക് 100 കിട്ടി എന്നുള്ളതിന്റെ പേരിൽ ഇവിടെ ഒരു സംഘടന നടക്കുകയും റിജ്വൽ കുട്ടൻ സോണിയെ പിടിച്ചിടിക്കുകയും സാമിനെ പിടിച്ചിടിക്കുകയും അങ്ങനെ ഇടിച്ചതുകൊണ്ടല്ല, ചൊറയാക്കിയതാ. സോപ്പ് ഇട്ടോണ്ടിരുന്നതാ. ഇടിച്ചില്ലേ? സോപ്പ് ഇട്ടോണ്ടാ, അതുകൊണ്ടാ ഇടിച്ചേ. അതാണ് പറഞ്ഞു, ഇടിച്ചു. അങ്ങനെ ഒരു സംഘടന കൂടെ നടന്നു എന്നുള്ള കാര്യം. നല്ലൊരു സാംസോണിക്ക് 100 കിട്ടി പാടി ഞാൻ കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറഞ്ഞു. ഇല്ല, അതോ അവൻ എന്നെ ചൊറയാക്കിയതുകൊണ്ട്. എങ്ങനെ ഇടിച്ച? അങ്കിൾ എന്ന് ഇടിച്ചേ നോട്ടെ. അങ്ങനെ ചെയ്തോളോ? ഇങ്ങനെ ചെയ്ത ഇടിയാണോ? പക്ഷെ കുറച്ച് ശക്തി. അതെങ്ങനെ ചെയ്ത? ഇതിപ്പോ ഇടിക്കല്ല, അടിയല്ലേ? ഇത് ഇടിയല്ല, ഇത് വെറും ആരോപണമാണ്. അടിയാണ്. മാറിപ്പോയത് ബുള്ളറ്റിന്റെ അക്ഷരപ്പശക. അടിയായിരുന്നു. അത് ചെറുതായിട്ടൊന്നും ഇങ്ങനെ തൊട്ടേ ഉള്ളൂ. ആണല്ലേ? ദ്യുതിക്ക് അറിയാമോ ഇതിനെ പറ്റി എന്തെങ്കിലും?
അത് ആ. സാമിന് 100 കിട്ടിയപ്പോ ആ. റിജ്വൽ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നു. ആണോ? ഓ അത് ശരി. വീർപ്പിച്ചോടാ മോൻ വീർപ്പിച്ചോ? എന്താന്ന് വെച്ചാല് ബോയ്സിൽ എല്ലാവർക്കും 100 കിട്ടിക്കഴിഞ്ഞു, എനിക്ക് കിട്ടിയിട്ടില്ല. ആണോ? മോൻ വീർപ്പിച്ചോ? അതുകൊണ്ടൊക്കെ വിഷമായത്. 100 കിട്ടാത്തതിന്റെ ഒരു വിഷമം ഉള്ളിൽ കിടക്കുന്നുണ്ടല്ലേ റിജുൽ കുട്ടാ? അല്ലേ? ബോയ്സിൽ ഞാനല്ലേ ഉള്ളൂ. ഒറ്റ ഒരാളുള്ളൂ ബോയ്സിൽ കിട്ടാനായിട്ട്. എന്താ ചെയ്യേണ്ട കൂടെ ചേട്ടാ? നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൽ വെച്ചാലോ? എന്നാ അങ്ങനെ ആവാം. അത് മതി. അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ആ സ്റ്റെപ്പ് പോലെ ഫോർവേഡ് ബാക്ക്വേർഡ് 1 2 3. ഇനി 1 2 3 4 5 6. ഒരൊട്ടങ്ങനെ ഒരു മധുരമഴ. ഇന്ന് നമ്മുടെ റിച്വലിന് it is 100 out of 100. Ridhike, it is going to be 98 on 100 today. അപ്പൊ ഇനി സാമിനെ പോയി കെട്ടിപ്പിടിക്കണം കേട്ടോ. അടി ഇടിയൊന്നും എടാ എനിക്കും കിട്ടിയടാ. ഓക്കെ, ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുത്തു, എന്നിട്ട് സാമിനും കൊണ്ട് കൊടുത്തു. ഒന്നാകാമെന്നാളും ഉടലുകൾ പലതെന്നാൽ ഒരു പോലാമുയിരാകാം. വെള്ളിൽ പറവകളായി നാം. അപ്പൊ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമേഴ്സ് ഓഫ് ദി ഡേ രണ്ടുപേരാണ്, റുജ്വൽ കുട്ടനും അതുപോലെ കുട്ടിയും. താങ്ക് യു. ലെറ്റ്സ് വെൽക്കം അവർ ക്യാപ്റ്റൻ ആൻഡ് മധു ബാലകൃഷ്ണൻ. ഓക്കെ. കൽക്കണ്ടം ചുണ്ടിൽ കർപ്പൂരം കണ്ണിൽ. രണ്ടുപേർക്കും വില്ലി വൈറ്റ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ ആണ്. കൺഗ്രാറ്റുലേഷൻസ് ദിദിക്കുട്ടി, ബെസ്റ്റ് പെർഫോമേഴ്സ് ഓഫ് ദി ഡേ. യെസ്, ചോക്ലേറ്റും തിന്നാം, പല്ലും തേക്കാം. രണ്ടുപേർക്കും സന്തോഷമായോ? വെരി ഹാപ്പി. വെരി ഹാപ്പി. ഇപ്പൊ രാത്രിയല്ലേ, നമുക്ക് പോണ്ടേ? ഓക്കെ, അപ്പൊ ശുഭരാത്രി. ടാറ്റാ. ഗുഡ് നൈറ്റ്.